പിന്നീട് അവർ ഒരുമിച്ച് ഈ മുറിയിലാവും താമസം. മാസങ്ങൾ കഴിയുമ്പോൾ വിശാലിന്റെ ചോരയിൽ ഈ കുടുംബത്തിന് ഒരു അനന്തരാവകാശി പാർവതിയുടെ വയറ്റിൽ പിറക്കും. ചേച്ചി ഒന്നും ചിന്തിക്കുന്നില്ല ചേച്ചി? പാർവതിക്കും വിശാലിനും കുഞ്ഞു ജനിച്ചാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും പാർവതി ഇവിടെ നാട്ടിയിറക്കി വിടാൻ പറ്റിയെന്ന് വരില്ല. ദേ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോവും. പ്രതാപ, പാർവതി ഇത്ര പെട്ടെന്ന് ആദ്യ രാത്രിയിലേക്ക് പോകുമെന്ന് നമ്മൾ ചിന്തിച്ചോ? ഇല്ലല്ലോ. അവൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തടയാമായിരുന്നു. ഇതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി പോയില്ലേ? അപ്പൊ ഈ ആദ്യ രാത്രി നടക്കട്ടെ എന്നാണോ ചേച്ചി പറയുന്നത്? അതെ, ആദ്യ രാത്രി നടക്കട്ടെ പ്രതാപ. പക്ഷേ അധിക നാള് വിശാലും പാർവതിയും ഈ റൂമിൽ ഒരുമിച്ച് വാഴില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. പാർവതി, നീ വിശാലുമായിട്ട് ആദ്യരാത്രി ആഘോഷിക്കാൻ ഒരുങ്ങാണല്ലേ? ഇല്ലടി, നീ ആദ്യരാത്രി ആഘോഷിക്കില്ല. നിന്റെ ആദ്യരാത്രി ഞാൻ നടത്തില്ല. ഈ മരുന്ന് ഞാൻ പാലിൽ കലർത്തിയ നീ അതറിയില്ല. അതറിയാതെ നീ ഇത് കുടിക്കും. ഇത് കുടിച്ചാ പിന്നെ വോമിറ്റ് ചെയ്ത് നീ വശം കെടും. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പ്ലാൻ വർക്കൗട്ടാക്കിക്കോളാം. ചേച്ചി, കൊള്ളാലോ. ചേച്ചി ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. എനിക്ക് തന്നെ ചേച്ചിയിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. മിക്കവാറും എന്റെ കണ്ണ് ചേച്ചിയുടെ മേൽ പെട്ടത് തന്നെ. ഒന്ന് പോടി വെണ്ണ, നീ എന്നെ കളിയാക്കാൻ വന്നതല്ലേ?
അയ്യോ അല്ല, ഞാൻ ഉള്ളത് പറഞ്ഞതാ. ഇന്ന് വിശാൽ സാറ് ചേച്ചിയെ കണ്ട അന്തം വിടും. എടി എടി എടി, മതി മതി മതി. ചേച്ചി, ആ ജാസ്മിൻ ഇത് എന്തിന്റെ കുഴപ്പാ? അവളെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? സത്യത്തിൽ അവൾ ഇവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. വല്ലാത്ത ജന്മം തന്നെയാ. ചേച്ചി, ഈ ജാസ്മിൻ പറയുന്നത് എല്ലാം കേട്ട് ചേച്ചി ഇതിനെ മിണ്ടാതെ നിൽക്കുന്നേ. വിശാൽ സാറിനോട് ചേച്ചിയെ ഡിവോഴ്സ് ചെയ്ത് അവളെ കല്യാണം കഴിക്കണമെന്നല്ലേ അവള് പറഞ്ഞത്? കൊള്ളാവുന്ന വർത്തമാനാണോ അത്? അതിൽ നിന്ന് മനസ്സിലാക്കാം അവളുടെ വൃത്തികെട്ട മനസ്സ്. അത് പറഞ്ഞ നേരത്തെ ചേച്ചി അവളുടെ ചെവിക്കല്ലടിച്ച് പൊളിക്കണമായിരുന്നു. ഞാനാണെങ്കി അത് ചെയ്തേനെ. സാമം ദാനം ഭേദം ദണ്ഡം എന്നാണല്ലോ. അതുകൊണ്ട് നീ ഈ പറഞ്ഞതിനൊന്നിനും സമയമായിട്ടില്ല. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ എനിക്കൊരു ശത്രുവേ. ശരി, കുറഞ്ഞ പക്ഷം ചേച്ചിക്ക് അവൾ ഇവിടുന്ന് ഇറക്കി വിടെങ്കിലും ചെയ്യായിരുന്നു. എന്തിനതൊക്കെ? ജാസ്മിന് കുറച്ച് അവിവേകവും വാശിയും ഉണ്ടെന്നേ ഉള്ളൂ. ഒരു കണക്കിന് ചിന്തിക്കുമ്പോൾ എനിക്ക് അവളോട് സഹതാപ. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ. അച്ഛൻ മാത്രല്ലേ ഉള്ളൂ. ആകെയുള്ള ചേട്ടൻ ജയിലിലും. ഇവിടുന്ന് അവളെ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ ഇറക്കി വിട്ടാ അവളെ അത് വല്ലാതെ വിഷമിപ്പിക്കില്ലേ? അതൊന്നും വേണ്ട പല്ലവി. ഒരു വിവാഹം ആവുന്നത് വരെ ജാസ്മിൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. എന്തോ എനിക്ക് അവളെ കാണുമ്പോ കടിച്ചു കീറാൻ തോന്നും. നീ എന്തിനാ അവളെ നോക്കാൻ പോകുന്നേ? നീ നിന്റെ കാര്യം നോക്കിയാ മതി. അവളെന്തായാലും നിന്നെ ബുദ്ധിമുട്ടിക്കാനൊന്നും വരുന്നില്ലല്ലോ. നീ നിന്റെ സ്ഥാനത്തിരുന്നാ മതി. അപ്പോ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അത് ശരിയാ. അവനവന്റെ സ്ഥാനത്തിരുന്നാ ഒരിടത്തും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്താണ് ചേച്ചി അനിയത്തിയും തമ്മിലൊരു സംവാദം? ഏയ്, ഒന്നുമില്ല ഗാർഗി. നീ റെഡിയായോ? ഉം. എന്നാലേ ഇത് വാങ്ങ്. ബ്രോ അവിടെ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. ദേ, ഇതുമായിട്ട് മെല്ലെ നാണത്തോടെ ബ്രോയുടെ അടുത്തേക്ക് ചെല്ല്. ശോ. ഉം. ചെല്ല്. ഉം. എന്നാണ് വിപിൻ സാറും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കുക? എന്നാണ് ഞങ്ങളുടെ ആദ്യ രാത്രി? ഇതെല്ലാം വിപിൻ സാറ് മനസ്സ് വെച്ചാലേ നടക്കൂ.
വാഗപ്പൂമ്പൊടിയിൽ പാട്ടുപാടും കുയിലേ. വാ, ഇവിടെ ഇരിക്കു പാർവതി. എന്താടോ പതിവില്ലാത്തൊരു നാണം? എവിടെ? ഞാൻ എൻ്റെ സുന്ദരിക്കുട്ടിയുടെ നാണം ഒന്ന് കാണട്ടെ. അതെ, ഇങ്ങനെ നാണിച്ചിരുന്നാലേ നാണിച്ച് നേരം വിളിക്കുകയുള്ളൂ. ആദ്യ രാത്രി നാണത്തിൽ കുതിർന്നങ്ങ് തീരും. പാർവതി, നമ്മുടെ ഈ ആദ്യ രാത്രി ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാനുള്ളതാ. അതുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാ. അതുകൊണ്ട് ഈ നാണം കളഞ്ഞ് ഇങ്ങോട്ട് നോക്കി. വിശാൽ സർ, ഉം? സമയായിട്ടില്ല. ഏ? ഇനിയും കുറച്ചുകൂടി കഴിയണം. അതിനു മുന്നേ ഒരു ചടങ്ങുണ്ട്. ആ പാല് നമ്മൾ പങ്കുവെക്കണം. അതിലെന്താ, പങ്കുവയ്ക്കാല്ലോ. ആദ്യം വിശാൽ സാറ് ആ പാല് കുടിച്ചിട്ട് എനിക്ക് തരണം. നോ 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 നോ, നമുക്കേ അതിനൊരു ചേഞ്ച് വരുത്താം. ആദ്യം പാർവതി കുടിച്ചിട്ട് ബാക്കി എനിക്ക് തന്നാ മതി. അതൊന്നും ശരിയാവില്ല. ആചാരപ്രകാരം തന്നെ ഈ ചടങ്ങ് നടന്നാ മതി. ആദ്യം വിശാൽ സാറ്, അത് കഴിഞ്ഞ് ഞാൻ പാലെടുത്തിട്ട് വരാം. ശരി. പാർവതി, പാർവതി, അയ്യോ, അവിടെ ഇരിക്ക.
എന്താ അയ്യോ നിശാന്ത്, എന്താ പറ്റിയതാ? കായ മുറിഞ്ഞല്ലോ. എന്റെ ദേവി, കാണിക്ക. പാർവതി, ഈ മുറിവ് കണ്ടിട്ടാണോ നീ ഇങ്ങനെ കരയുന്നേ? ഇതൊന്നും നീ സാരമാക്കണ്ട. അല്ല, ഞാൻ കാരണമല്ലേ വിശാൽ സാറിന് ഈ മുറിവ് പറ്റിയത്. എന്റെ അശ്രദ്ധയല്ലേ ഇതിനൊക്കെ കാരണം? ഏയ്, അങ്ങനെയൊന്നും നീ ചിന്തിക്കണ്ട. അറിയാതെ ഗ്ലാസ് കയ്യിൽ നിന്ന് വഴുതി പോകും. തറയിലെ ചില്ല് ശ്രദ്ധിക്കാതെ ഞാൻ അതിൽ ചവിട്ടുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഏതായാലും സാർ അധികം സംസാരിക്കൊന്നും വേണ്ട. സാർ കിടന്നു, അതാ നല്ലത്. നമുക്ക് രാവിലെ കാണാം. പാർവതി, എന്റെ ആവേശത്തിന്റെ പുറത്ത് ഇങ്ങനെ രാത്രി നടത്താൻ പാടില്ലായിരുന്നു. സാർ കിടന്നോ? പാർവതി, ഞാൻ പാർവതി, അവളെ പാല് കുടിച്ചു കാണുമോ? ഏയ്, കാണില്ല. കുടിച്ചാൽ അധികം വൈകാതെ അവൾ ഛർദ്ദിക്കും. നിർത്താതെ വൊമിറ്റ് ചെയ്താൽ വിശാലിന് അവളെ ഈ രാത്രി തന്നെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. ഏതായാലും ഇന്ന് രാത്രി അത് നടക്കും. അതൊന്ന് പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു. ഇതൊക്കെ എന്താ ഉറക്കൊന്നുമില്ലേ? ജാസ്മിൻ, ഓ എന്താ? നീ എന്തോ ഉറങ്ങുന്നില്ലേ? ഇല്ല, ഞാൻ ഉറങ്ങുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. അതെന്താ നിനക്ക് ഉറക്കം വരാത്തത്? ഒന്നുമില്ല. എന്താ നീ കിടക്കുന്നില്ലേ? പോയി കിടന്നേ. നിനക്ക് ഉറക്കം വരാത്തതിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? നിന്റെ പ്രതീക്ഷകളെല്ലാം ഇന്ന് രാത്രിയോടെ കൈവിട്ട് പോവുകയാണല്ലോ. അതിന്റെ നിരാശയിലും വിഷമത്തിലും അല്ലേ നിനക്ക് ഉറക്കം വരാത്ത? ഗാർഗി, നീ നിന്റെ പാട് നോക്കി പോയേ. ജാസ്മിൻ, നീ ഇവിടെ നിന്ന് വെറുതെ ഉറക്കം കളഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. അവര് ഭാര്യയും ഭർത്താവും അവിടെ ഇപ്പൊ ആദ്യരാത്രി ആഘോഷിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. എന്ത് ആദ്യരാത്രി? ഇന്ന് അവര് തമ്മിൽ ആദ്യരാത്രി ആഘോഷിക്കുന്നാണോ നീ കരുതുന്നത്? അതൊരിക്കലും നടക്കില്ല. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? വിവാഹം കഴിഞ്ഞ് 1 കൊല്ലമായിട്ട് നടക്കാത്ത ആദ്യരാത്രിയല്ലേ ഇന്ന് നടക്കാൻ പോകുന്നത്? 1 കൊല്ലമായിട്ട് അതൊന്നും നടന്നില്ല എന്ന് കരുതി ഇന്നത് നടന്നുകൂടാന്നില്ലല്ലോ.
എന്റെ ഗാർഗി, അവരുടെ ആദ്യ രാത്രി നടക്കില്ല, അതുറപ്പാ. ഇത് വെറുതെ പാർവതിയെ എരിവ് കയറ്റാൻ വേണ്ടി വെറുതെ സീൻ ക്രിയേറ്റ് ചെയ്തതല്ലേ. അമേരിക്കയിലൊക്കെ ജീവിച്ച വിശാലിനെന്താ സെൻസ് ഇല്ലേ? വിശാൽ അവളുടെ ഏതോ മായാവലയത്തിലാ ഉള്ളത്. അതുകൊണ്ടാണ് അവൻ എനിക്ക് തന്ന വാക്ക് മറന്ന് സംസാരിച്ചത് എന്ന് കരുതിയേ പാർവതിയുമായിട്ട് ആദ്യരാത്രി ആഘോഷിക്കാനുള്ള വിവരക്കേടൊന്നും വിശാല് കാണിക്കില്ല. നീ ഇങ്ങനെ ചിന്തിച്ച് നേരം വെളുപ്പിച്ചോ. അല്ലാതിപ്പോ ഞാൻ എന്താ പറയണ്ടേ? ജാസ്മിൻ, ഇനിയെങ്കിലും നീ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരണം. എന്നിട്ട് നീ നിന്റെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ച് മറ്റൊരു വിവാഹം കഴിക്ക്. ദേ, എനിക്ക് അത്രയും നിന്നോട് പറയാനുള്ളൂ. അവള് കഥ എന്തറിഞ്ഞു?